ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി തൻ്റെ ഏകജാതനെ മുന്നൊരുക്കിയ പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും ജ്ഞാനവും മാനവും ധനവും ബഹുമാനവും ഞാൻ അർപ്പിക്കുന്നു. തൻ്റെ രക്തത്താൽ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ എല്ലാവർക്കും സ്നേഹത്തോടും ആദരവോടും കൂടെ അറിയിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന, അതിനുവേണ്ടി സമയത്തെ വേർതിരിക്കുന്ന, കണ്ടെത്തുന്ന എല്ലാ വിശുദ്ധന്മാരുടെയും നിങ്ങളേവരോടുമുള്ള കൂട്ടായ്മ എനിക്കും ആത്മീയ പ്രചോദിതമാണ്. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വീണ്ടും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നാം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്ക് എന്താണ് നന്മ, അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന അനുഗ്രഹം എന്താണ്, അവരുടെ ഭാഗ്യാവസ്ഥ എന്താണ് എന്നുള്ളതായിരുന്നു. അതിൽ 3-4 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഒന്ന്, അവർ വിശുദ്ധരാണ്. അത് രണ്ടാമതാ പറയുന്നത്, പക്ഷെ നമ്മളത് ഒന്നാമതെടുത്തു. കാരണം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികൾ ആകുന്നവരുടെ ഭാഗ്യാവസ്ഥ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം ആയിരിക്കുമ്പോൾ തന്നെ അത് അവരുടെ യോഗ്യതയാണ്. സ്തോത്രം. ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻ, റിക്വയർമെന്റ്, പ്രീ റിക്വസിറ്റ്. അതുകൊണ്ട് നമ്മളത് ആദ്യം എടുത്തത്. നമുക്ക് സ്വയം വിശുദ്ധരാകാൻ കഴിയില്ല. നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിനാണ് യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ ജീവനെ വെടിഞ്ഞത്, തൻ്റെ രക്തം ചിന്തിയത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ പ്രായശ്ചിത്ത രക്തത്താൽ ഉള്ള കഴുകലാണ് നമ്മെ വിശുദ്ധരാക്കുന്നത്, വെടിപ്പുള്ളവരാക്കുന്നത്. അത് നമ്മൾ കണ്ടു. സ്വയ പ്രയത്നമല്ല, നമ്മുടെ മറ്റെന്തെങ്കിലും കർമ്മങ്ങളല്ല. സ്തോത്രം. ഏക കർമ്മത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ വിശുദ്ധീകരണം. അത് കർത്താവായ യേശു ക്രൂശിൽ നിവർത്തിച്ച പ്രായശ്ചിത്ത ബലി, പ്രായശ്ചിത്ത യാഗം, പാപപരിഹാരയാഗം എന്ന ഏക കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്. ഭാഗ്യവാന്റെ അർത്ഥവും നമ്മൾ വളരെ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നതാണ്. ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന അവസ്ഥ. തൻ്റെ സന്തോഷത്തെ ആർക്കും ഒന്നിനും അപഹരിപ്പാൻ കഴിയാത്ത ഒരു നില. സ്തോത്രം. അതാണ് ഭാഗ്യാവസ്ഥ. ഭാഗ്യവാനാണ്. എല്ലായ്പ്പോഴും അവൻ സന്തോഷത്തിൻ്റെ പരിപൂർണത അനുഭവിക്കും. ഇവിടെ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം കർത്താവിലുണ്ടെങ്കിൽ, നിത്യതയിൽ നമ്മുടെ കർത്താവിനോട് നാം മുഖാമുഖമായിരിക്കുന്ന സമയത്ത് അത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. സ്തോത്രം. ഭാഗ്യവാൻ. മൂന്നാമത് നമ്മൾ കണ്ടു, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, reign with Christ for 1,000 years. സ്തോത്രം. ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട്
വാഴും. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമുക്കിനി പഠിപ്പാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് അത് വിശദമാക്കാമെന്ന് പറഞ്ഞ് അത്രയും പറഞ്ഞ് നമ്മൾ വിട്ടു. 4-ാമത്തേത് Authority to judge. Authority to judge. ന്യായം വിധിക്കുവാനുള്ള അധികാരം അവർക്ക് ലഭിക്കും. അതായിരുന്നു നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ചില ചോദ്യങ്ങൾ വരികയും നമ്മളതിന് ഉത്തരം കണ്ടെത്താൻ കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്ത ഭാഗങ്ങൾ ഓർമ്മ കാണുമല്ലോ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങളുണ്ടോ എങ്കിൽ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ 25 മരിച്ചതിന് ശേഷമുള്ള 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. ഇതൊന്നാം പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടുള്ള നമുക്ക് അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ സാധ്യതയില്ല. 1000 ആണ്ട് കഴിഞ്ഞിട്ടുള്ള ഇതൊന്നാം പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ മരിച്ചതിന് ശേഷമുള്ള 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. ഇതൊന്നാം പുനരുത്ഥാനം. അത് 1000 ആണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഉയർക്കുന്നത് ഒന്നാം പുനരുത്ഥാനം എന്നല്ല അതിൻ്റെ അർത്ഥം. പകരം ആദ്യം പറഞ്ഞിരിക്കുന്ന ആ വസ്തുതയാണ് ഒന്നാം പുനരുത്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനമെന്ന് 5-ന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. അതല്ലാതെ 1000 ആണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഉയർക്കുന്നത് ഒന്നാം പുനരുത്ഥാനം എന്ന് അല്ല. മലയാളത്തിൽ നമ്മൾ അങ്ങനെ ഒരു ധ്വനി ഉണ്ട്, അത് ശരിയാണ്. The remainder of the dead were not restored to life again until the 1000 years were completed. This is the first resurrection. അപ്പം അവിടെ ആ സെന്റൻസിൽ, ആ വാചകത്തിൽ ആ സംശയം നമുക്ക് സാധ്യതയുള്ളതാണ്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള 2-ാമത്തെ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുന്ന, ന്യായം വിധിക്കുന്ന ആ പുനരുത്ഥാനത്തെയാണ് ഇത് ഒന്നാം പുനരുത്ഥാനം. ഇതിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു എന്ന ഭാഗം ഉള്ളത്. അവിടെ മറ്റേ ആ സംശയത്തിന് ഇടയുണ്ട് എന്നുള്ളത് ആ വാചക ഘടനയിൽ ശരി തന്നെയാണ്. പക്ഷേ അവിടെ നിന്നും ആശയം വ്യക്തമാണ് നമുക്ക്. കൂടാതെ 20-ാം അധ്യായത്തിന്റെ 11 മുതൽ വിശേഷിച്ച് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുമ്പോഴും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റവരെ കുറിച്ച് നാം കാണുന്നു. മരിച്ചവർ ആബാലവൃദ്ധം. അതിനുശേഷം പിന്നൊരു പുനരുത്ഥാനം ഇല്ല. അപ്പം പിന്നെ ഒരു പുനരുത്ഥാനം ഇല്ലാത്തതുപോലെ മരിച്ചവരെല്ലാം ഉയർക്കുന്നു എങ്കിൽ അത് ഒന്നാം പുനരുത്ഥാനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ അതിനുശേഷം വീണ്ടും പുനരുത്ഥാനം ഉണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് അതിനെ ഒന്നാം പുനരുത്ഥാനം എന്ന് വിളിക്കാം. എന്നാൽ ഈ 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ
1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷം ഉയർക്കുന്നത് ചിലരല്ല, ആബാലവൃദ്ധം, മരിച്ചവർ. 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. വേഴ്സ് 12. And I saw the dead, great and small, standing before the throne, and books were opened. Then another book was opened, which was the book of life. Enough മോനെ. മരിച്ചവർ ആബാലവൃദ്ധം. John says, I saw the dead, great and small. They stood before the throne. Verse 13 also says, now there is no more dead. 13-ാം വാക്യത്തിലും നാം കാണുന്നത് ഇനിയും മരിച്ചവർ ശേഷിക്കുന്നില്ല എന്ന നിലയിൽ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇനിയും മരിച്ചവർ ആരുമില്ല. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഉള്ള ഉയർത്തെഴുന്നേൽപ്പിൽ മരിച്ചവർ ആബാലവൃദ്ധം ഉയർക്കുന്നു. മരണവും പാതാളവും ഉൾപ്പെടെ ഉള്ള എല്ലാം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അഥവാ അതിൻ്റെ പിടിയിൽ നിന്ന് മരിച്ചവരെല്ലാം ജീവൻ പ്രാപിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് അവസാനത്തെ പുനരുത്ഥാനമാണ്. അതിനുശേഷം ഒരു പുനരുത്ഥാനം ഇല്ല. എങ്കിൽ അത് 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറയപ്പെടുകയില്ല. അപ്പോൾ 1-ാമത്തെ പുനരുത്ഥാനം ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ളതായിരുന്നെങ്കിൽ അതിനുശേഷം പിന്നെയും പുനരുത്ഥാനം ഉണ്ടാകണമായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ പഠിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയും വെച്ചിരിക്കുന്നത് പോലെ തന്നെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാമതും പ്രത്യക്ഷനാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പുനരുത്ഥാനം തന്നെയാണ് 1-ാം പുനരുത്ഥാനമെന്ന് 5-ാം വാക്യത്തിൽ വിവക്ഷിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ജീവനെങ്കിലേക്ക് മറ്റെന്തെങ്കിലും? മറ്റൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരുടെ അനുഗ്രഹം, ഭാഗ്യാവസ്ഥ, അതേക്കുറിച്ച് നമ്മളിപ്പോൾ 4 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്നും കൂടെ ആവർത്തിക്കുന്നു. അവർ വിശുദ്ധന്മാരായിരിക്കും. അതവരുടെ യോഗ്യതയാണ്. അപ്പോൾ തന്നെ അത് അവരുടെ പദവിയുമാണ്. വിശുദ്ധന്മാരായിരിക്കുക, വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുക എന്നുള്ളത്. രണ്ടാമത്, അവർ ഭാഗ്യവാന്മാരാണ്. സന്തോഷത്തിൻ്റെ പൂർണ്ണത, നിത്യസന്തോഷം, നിത്യാനന്ദം അനുഭവിക്കുന്നവരാണ്. പഴയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. അത് വെച്ച് യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ എന്ന പാട്ടിനകത്ത് നമ്മൾ പാടാറുണ്ട്. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെ എന്നും ഇമ്മാനുവേൽ അവൻ താൻ നടത്തിയിടുമേ. ഇപ്പൊ നിത്യാനന്ദം നമുക്ക് പകർന്നു തരുന്ന ആ നിത്യാനന്ദത്തിൽ, ഇറ്റേണൽ ബ്ലിസ്, ജോയ്, ആ അനുഭവത്തിൽ കഴിയുന്ന അവസ്ഥ. 3, ന്യായവിധിക്കുള്ള 3 ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴുന്ന അവസ്ഥ. 4, ന്യായം വിധിക്കുവാനുള്ള അധികാരം. ഈ 4 കാര്യങ്ങളാണ്
നമ്മൾ ഇതുവരെ കണ്ടത്. ശബ്ദം കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഇനിയും നമുക്ക് 6-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. 20:6, 20:6. Blessed and holy is the one who shares in the first resurrection. Over such, the second death has no power, but they will be high priests of God and of Christ. They will reign with him for 1,000 years. അവർ ഭാഗ്യവാന്മാരായിരിക്കും എന്ന ഘടകം നമ്മൾ കണ്ടു. അത് നാം വെളിപ്പാട് പുസ്തകം നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 7 ഭാഗ്യാവസ്ഥകളെ കുറിച്ച് അല്ലെങ്കിൽ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇത്. നമ്മളത് പലതും കണ്ടിട്ടുണ്ട്. എന്നാലും ഈ നിലയിൽ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. There are 7 blessedness in the book of Revelation. Or this is one of the unique blessings found in this book. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 7 ഭാഗ്യാവസ്ഥകളുണ്ട്. അതിൽ ആ 7 നമ്മൾ പഠിച്ചതാണ്. അതിൽ പലതും ഇങ്ങനെ ഒന്ന് വേർതിരിച്ച് ഒന്ന് പറഞ്ഞു പോകും. ഒന്നാമത്തേത് 1-ാം അധ്യായം 3-ാം വാക്യമാണ്. നമുക്കത് പരിചയമുണ്ട്. Blessed is the one who reads and those who hear the words of this prophecy and also one who abide by. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. 1:3, 1:3. രണ്ടാമത് നാം കാണുന്നത് 14:13, 14:13. Those who dead in the Lord during the tribulation. മഹാപീഡന കാലത്ത്, പ്രത്യേകിച്ച് അതിൻ്റെ പകുതിക്ക് ശേഷം, മഹാപീഡനത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ, മഹാപീഡനത്തിൻ്റെ പകുതിക്ക് ശേഷം ക്രിസ്തുവിൽ അല്ലെങ്കിൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അല്ലെങ്കിൽ വൃതന്മാർ ഭാഗ്യവാൻ. 14:13. മൂന്നാമത്തേത് 16:15, 16:15. അവിടെ നമ്മൾ കാണുന്നത് he who watches and keeps his garments. തൻ്റെ വസ്ത്രത്തെ സൂക്ഷിച്ചുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. 16:15, 16:15. ചിലപ്പോൾ ഭാഷ അനുസരിച്ച് വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയേക്കാം, മുകളിലോ താഴെയോ ആയിട്ട്. നാലാമത്തേത് നമ്മൾ ഇതിന് തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ കണ്ടു. 19-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻ. Those who are invited for the Lamb's marriage supper. കുഞ്ഞാടിന്റെ കല്യാണത്തിന്, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. The guests of the marriage supper of the Lamb of God. സ്തോത്രം.
അഞ്ചാമത്തേതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്ന വെളിപ്പാട് 20:6 20:6 റെവലേഷൻ. അവിടെ നമ്മൾ കാണുന്നത് അഞ്ചാമത്തേതാണ്, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ. Blessed is the one who partakes in the first resurrection. ആറാമത്തേത് 22:7 22:7. നമ്മൾ ഇതുവരെ അത് വായിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ഇതുവരെയുള്ളത് നമ്മൾ വായിച്ചതായതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കാഞ്ഞത്. ഇനിയുള്ളത് നമ്മൾ വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് 22:7 വായിക്കാം. And behold, I am coming soon. Blessed is the one who keeps the word of the prophecy of this book. ഈ പ്രവചനത്തിലെ വാക്കുകൾ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ. സ്തോത്രം. അത് 1:3 നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ വേറെയായിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ 6 എന്ന നിലയിലും അത് കണക്കാക്കാം. അവസാനമായിട്ട് ഉള്ളത് 22:14. Blessed are those who wash their robes, so that they may have the right to the tree of life, and that they may enter the city by. ഗോപുരങ്ങളിൽ കൂടെ പട്ടണത്തിനകത്ത് കടക്കുവാൻ വേണ്ടി തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കുന്നതിനെ കുറിച്ച്, സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നാം 16-ാമത്തെ അധ്യായത്തിലും കാണുകയുണ്ടായി. ഇവിടെയും നാം അത് കാണുന്നു. ഇവിടെ നാം കാണുന്നത് കൽപ്പന പ്രമാണിക്കുന്നവർ. Blessed, happy and to be envied are those who cleanse their garments, that they may have the authority and right to approach the tree of life and to enter through the gates into the city. അപ്പോൾ ഈ നിലകളിൽ ഭാഗ്യ അവസ്ഥകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽ മറ്റേതെങ്കിലും നമ്മൾ വിട്ടുപോയതുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അത് ആ ഭാഗം നമ്മൾ വിട്ടിട്ട് മടങ്ങി വരികയാണ് 6-ാമത്തെ വാക്യത്തിലേക്ക്. 5-ാമത്തെ അനുഗ്രഹാവസ്ഥ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്ക് ലഭിക്കുന്ന 5-ാമത്തെ അനുഗ്രഹം, അതാണ് അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. നാം അവിടെ കാണുന്നത് സെക്കൻഡ് ഡെത്ത് will have no power over them, no authority. രണ്ടാം മരണത്തിൽ നിന്ന് അവർ വിമോചിതരായിരിക്കുമെന്നർത്ഥം. They don't have to fear the second death. രണ്ടാം മരണത്തെ അവർക്ക് ഭയപ്പെടുവാനില്ല. നമുക്കറിയാം, ദൈവത്തിൻ്റെ മക്കൾ മരണഭയം മാറിയവരാണ്. യഥാർത്ഥ ദൈവമക്കൾ മരണഭീതിയില്ലാത്തവരാണ്. ഒരു മരണത്തെക്കുറിച്ചും അവർക്ക് ഭയമില്ല. ശാരീരിക മരണത്തെക്കുറിച്ചും അവർക്ക് ഭയമില്ല. രണ്ടാം മരണം എന്ന് വിളിക്കപ്പെടുന്ന നിത്യമരണത്തെക്കുറിച്ചും അവർക്ക് ഭയമില്ല.
ഇനി പിന്നെയും അല്പമെങ്കിലും ഭയം അവർക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു മരണത്തെ മാത്രം അവർക്ക് ഭയന്നാൽ മതി. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മരണം, എന്തോ ഏതാ? ആത്മീയ മരണം. അതെ, എങ്ങാനും ആത്മീയ മരണം സംഭവിക്കരുത്. അത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. സ്തോത്രം. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് ശാരീരിക മരണത്തെയും ഭയപ്പെടാനില്ല, നിത്യമരണം അല്ലെങ്കിൽ രണ്ടാം മരണത്തെയും ഭയപ്പെടാനില്ല. ഏതെങ്കിലും ഒരു ആത്മീയൻ ഒരു മരണത്തെ ഭയപ്പെടുന്നെങ്കിൽ അവന് ഭയപ്പെടാൻ ഉള്ളത് ആത്മീയ മരണത്തെ മാത്രമാണ്. എങ്ങാനും ആത്മീയ മരണം സംഭവിക്കരുതേ. കർത്താവേ, ഞാൻ ആത്മീയമായി മരിച്ചവൻ ആകരുതേ. അത് തീർച്ചയായും ദൈവം പ്രസാദിക്കുന്ന തരത്തിലെ ഭയമാണ്. ദൈവം പ്രസാദിക്കുന്ന ഭയങ്ങളിൽ ഒന്നാണ്. റിക്വയർഡ് ഓർ ഹോലി ഫിയേഴ്സിൽ പെടുന്നതാണ്, വിശുദ്ധ ഭയങ്ങളിൽ പെടുന്നതാണ്. ഞങ്ങള് പൂർത്തീകരിച്ചില്ല. ഞങ്ങളുടെ ചർച്ചില് ഈ വർഷം തുടക്കത്തിൽ ചിന്തിക്കാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയ ഒരു വിഷയമാണ് ഫിയർ, ഭയം എന്നുള്ളത്. അതില് 2 പ്രധാനപ്പെട്ട ഭയങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ വേർതിരിച്ച് പഠിക്കുന്നത്. ഒന്ന്, സിൻഫുൽ ഫിയേഴ്സ്. ഭയങ്ങളിൽ ചിലത് പാപമയമായ ഭയങ്ങളാണ്. അത് നമുക്ക് പാടില്ല. എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഭയങ്ങളുണ്ട്. Required or necessary fears a Christian should possess. അതിൽ ഒന്നാണ് ഇവിടെ നമ്മളിപ്പോൾ ചിന്തിച്ചത്, ആത്മീയ മരണത്തെ ഭയപ്പെടുക. എന്നാൽ ഇവിടെ അതുമല്ല വിഷയം. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നവരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നവർ. നാം അത് കാണുന്നുണ്ട് 1 യോഹന്നാന്റെ ലേഖനത്തിൽ. അപ്പം 2-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ആ കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്ന നമ്മുടെ അവസ്ഥകളെ കുറിച്ച്. 3-ാമത്തെ അധ്യായത്തിലും അതിൻ്റെ 13 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അപ്പം ഇങ്ങനെ യോഹന്നാൻ ആവർത്തിച്ച് തൻ്റെ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ ഇക്കാര്യം പറയുന്നു. ഇങ്ങനെ ആത്മീയ മരണത്തിൽ നിന്ന് നിത്യമരണത്തിൽ നിന്നും യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവിനോടുള്ള വിധേയത്വത്താൽ, ആവർത്തിക്കുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും ക്രിസ്തുവിനോടുള്ള വിധേയത്വത്താലും നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഭക്തന് ഇങ്ങനെയുള്ള മരണത്തെ ഭയപ്പെടാനേ ഇല്ല. യേശുക്രിസ്തുവിലൂടെ നമുക്ക് മരണത്തിൽ നിന്ന് മാത്രമല്ല മോചനം, മരണ ഭീതിയിൽ നിന്നും മോചനമുണ്ട്. ആവർത്തിക്കട്ടെ, നമ്മിൽ ആരെങ്കിലും മരണത്തെ ഭയപ്പെടുന്നു എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ
ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നില്ല എന്നാണത് തെളിയിക്കുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തന് മരണത്തെ ഭയപ്പെടാനില്ല, പ്രത്യേകിച്ച് ശാരീരിക മരണത്തെ. അത് അവനൊരു അനുഗ്രഹമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവന് ലാഭകരമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ആ ലാഭം എന്തുകൊണ്ടെന്നാൽ ഇനിയും ഞാൻ നഷ്ടപ്പെടാൻ യാതൊരു സാധ്യതകളുമില്ല. ഞാൻ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നിടത്തോളം എനിക്ക് വീഴ്ച ഭവിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. മരണം ഒരു ഭക്തന് ലാഭമാകുന്നത് ഒന്നാമത് ഇനിയും അവൻ നഷ്ടപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, മരിക്കുന്നവന്റെ, ശാരീരികമായി മരിക്കുന്നവന്റെ ഏറ്റവും വലിയ ലാഭം എന്താ? ദ അറ്റ്മോസ്റ്റ് പ്രോഫിറ്റ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ. Praise God. The utmost gain a person, a Christian who dies, is nothing but to be with Christ. Praise God. ഫിലിപ്പിയർ 1:23 പൗലോസ് പറയുന്നത് അതാണ്. 1:21 പറഞ്ഞു, 1:21 ഫിലിപ്പിയൻസ്, അവിടെ പറഞ്ഞു, for me to live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭം. ആ ലാഭം എന്താണെന്ന് 23 വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അപ്പോൾ മരണത്താൽ ഒരു ക്രിസ്തു ഭക്തന് ലഭിക്കുന്ന ലാഭം അവൻ ക്രിസ്തുവിനോട് കൂടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിനോടുള്ള അക്ഷരീയ കൂട്ടായ്മയിലേക്ക് അവൻ എത്തുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് അവന് ശാരീരിക മരണത്തെ ലേശവും ഭയമില്ല. ശാരീരിക മരണത്തെ അവൻ ഒരു തരത്തിലും നിരാശയോടെ കാണുന്നില്ല. സ്തോത്രം. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു ദൈവദാസൻ, കേരളത്തിലുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ കേട്ടതാണ് യൂട്യൂബിൽ നിന്ന്. അദ്ദേഹം ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന സുവിശേഷ വേല ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ്. അദ്ദേഹത്തെ പോലെ തന്നെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച വളരെ പുകൾ കൊണ്ട ഒരു ഡോക്ടറെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമായിരുന്നു. അപ്പം ഈ അക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഡോക്ടർ ഈ പാസ്റ്ററുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. കേരളത്തിൽ നടന്ന സംഭവം. പക്ഷെ ഒരു ദിവസം ഈ ഡോക്ടർ ക്യാൻസർ ബാധിതനാണെന്നും അത് ഏതാണ്ട് അവസാന സ്റ്റേജിലാണെന്നും സ്ഥിരീകരിക്കപ്പെടും. ചികിത്സിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന നിലയിൽ ഈ പാസ്റ്റർ അത് അറിഞ്ഞു. എന്നാൽ ഈ ഡോക്ടറിനെ വിളിക്കാനോ
അദ്ദേഹത്തിന്റെ അടുക്കൽ പോകാനോ ഒന്നുമുള്ള ധൈര്യം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കർത്താവിങ്കിലേക്ക് വന്ന ഈ ഡോക്ടറോട് ഫോൺ വിളിച്ചിട്ട് എന്താ പറയുന്നേ? ഒരു സാധാരണക്കാരനാണെങ്കിൽ പറയാമോ, ഇത് സാരമില്ല, ഇത് ഇത്രാമത്തേത് സ്റ്റേജ് അല്ലേ. ഒരു ഡോക്ടറോട് ഒരു പാസ്റ്റർ എന്തോ പറയാനാ ഈ വിഷയങ്ങളെ കുറിച്ച്? ഏതായാലും ഭയന്ന് ഒരു ദിവസം ഇദ്ദേഹം ഈ ഡോക്ടറിനെ വിളിച്ചു, സംസാരിച്ചൊക്കെ ഒരു പരുവത്തിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ ഈ പാസ്റ്റർ പറഞ്ഞു, ഡോക്ടർ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. എടുത്ത വായിലെ ഡോക്ടർ പറഞ്ഞു, നോ പാസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും ഞാൻ പറഞ്ഞ കാര്യം. പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. ഈ പാസ്റ്റർ അങ്ങ് വല്ലാതെയായി. ഫോണിൽ കൂടെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ. അദ്ദേഹം വല്ലാതെയായി എന്നും അത് ഈ ഡോക്ടർ ഈ രോഗവിവരം അറിഞ്ഞ ശേഷം കർത്താവിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോയതിൻ്റെ ലക്ഷണമാണ് പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞതെന്നും ഈ പാസ്റ്റർ ധരിച്ചു. അതാണ് അദ്ദേഹത്തിന് വിഷമം ആയത്. അത് ഈ ഡോക്ടർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഡോക്ടർ ഉടൻ തന്നെ പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് തെറ്റിദ്ധരിക്കരുത്, ഞാൻ വിശ്വാസത്തിൽ നിന്ന് വീഴുകയോ കർത്താവിനെ ഉപേക്ഷിക്കുകയോ കർത്താവിനുള്ള സ്നേഹം കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രാർത്ഥിക്കരുതെന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഈ നിന്റെ മകനെ സൗഖ്യമാക്കണേ, ആയുസ് ദീർഘമാക്കി കൊടുക്കണേ, ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വീട്ടിൽ നിന്നും ഒക്കെ ഇറങ്ങിയ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഹൈകാസ്റ്റ് ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ഡോക്ടറാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ വിശ്വാസത്തിൽ. എൻ്റെ ഓർമ്മ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എൻ്റെ വിശ്വാസത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പാസ്റ്റർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ സുഖമാക്കണമെന്നായിരിക്കും പ്രാർത്ഥിക്കുക. ഞാൻ സുഖമാകാതെ മരിച്ചാൽ ഞാൻ എവിടെയായിരിക്കും പോകുന്നേ? പാസ്റ്ററിന് ഉത്തരം പറയേണ്ടി വന്നു. അപ്പോൾ ഞാൻ മരിക്കരുത്, എനിക്ക് സൗഖ്യം തരണം എന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതിലൂടെ ഫലത്തിൽ എന്താ സംഭവിക്കാൻ പോന്നെ? ഇൻ ഇഫക്റ്റ് വാട്ട് ഈസ് യുവർ പ്രയർ? എനിക്ക് ഏറ്റവും സൗഭാഗ്യകരമായ ദൈവസന്നിധിയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. പാസ്റ്ററിന് ഉത്തരം മുട്ടിപ്പോയി. അദ്ദേഹം തന്നെ ഒരു ശവമടക്ക് വേളയിൽ പറഞ്ഞ കാര്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. മറ്റാരുമല്ല, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനെ കുറിച്ച് പറഞ്ഞ കാര്യം. വേറെ ആരുടെയോ ഒരാളിൻ്റെ ഫ്യൂണറലിന് ഇദ്ദേഹം പ്രസംഗിക്കുമ്പോഴോ അനുശോചനം അറിയിക്കുമ്പോഴോ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പ് എനിക്ക് കിട്ടിയതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഈ പാസ്റ്റർ പറഞ്ഞു, ഈ ഡോക്ടറിന്റെ ആശയം കണ്ടോ, ഞാൻ 2 ദിവസം മുമ്പ് തന്നെ അങ്ങ് മരിച്ച് പോയാൽ അതെനിക്ക് ലാഭമാ. എങ്ങനെ? ഞാൻ ചെല്ലുന്നത് എൻ്റെ ഏറ്റവും അധികം എന്നെ സ്നേഹിച്ച ആളിൻ്റെ അടുക്കലേക്ക്. സ്തോത്രം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയാണ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമ്മുടെ ജീവിത പങ്കാളിയാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങളൊന്ന് കിടപ്പിലാകട്ടെ നമ്മൾ, പിന്നെ നമ്മുടെ ജീവിത പങ്കാളി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും, കർത്താവേ അങ്ങയുടെ ഹിതം നിറവേറ്റണേ.
മരിക്കണമെന്നൊന്നും പറയത്തില്ല. കർത്താവ് ഞങ്ങളുടെ ഹിതം നിറവേറ്റണം. ചർച്ചിലും പ്രെയർ റിക്വസ്റ്റ് ഇടുമ്പോൾ പ്രാർത്ഥന വിഷയങ്ങൾ വയ്ക്കുമ്പം പറയും, ഞങ്ങളുടെ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണേ, ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. അർത്ഥതയുള്ളൂ. പിന്നെ നമ്മൾ പറയും, കിടന്ന് നരകിക്കുന്നത് കാണാൻ വയ്യ ബ്രദറെ, വയ്യ. ശരിയാ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ കഷ്ടപ്പാട് കാണാൻ പ്രയാസമാണ്. അവർ നിമിത്തം നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ മടുക്കും. ഇറ്റ്സ് ഹ്യൂമൻ, മാനുഷികമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നവരെന്ന് നമ്മൾ കരുതുന്നവരെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിച്ചവനും ഇപ്പോഴും സ്നേഹിക്കുന്നവനുമായത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്കൊരു ദിവസം നേരത്തെ എത്താൻ കഴിയുന്നത് ലാഭമല്ലേ? സ്തോത്രം. ലാഭം തന്നെയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ പിതാവിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ പപ്പായ കാര്യം ശരിയാ, പക്ഷെ ആള് കുറെ കൂടെ ഒക്കെ ശരിയാകാനുണ്ട്. ആള് ശരിയായിരുന്നെങ്കിൽ അന്നുണ്ടായ അറ്റാക്കോടുകൂടെ ആളങ്ങ് പോയനെയായിരുന്നു. തമ്പുരാൻ അങ്ങ് കൊണ്ടുപോയനെ, പിന്നെ വെച്ചേക്കത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ പപ്പായ്ക്ക് കർത്താവ് ഒന്ന് ശരിയാകാനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതായത്. ഇനിയെങ്കിലും അങ്ങ് ശരിയായാൽ മതിയായിരുന്നു. നമുക്കൊക്കെ ദൈവം ആയുസ് ദീർഘമാക്കി തന്നു. അപകടത്തിൽ പെട്ടിട്ടും മരണപ്പെടാതെ വിടുവിച്ചു. രോഗങ്ങൾ വന്നിട്ടും മരിക്കാതെ നമ്മെ വിടുവിച്ചു. അങ്ങനെ ഒക്കെ നമ്മെ ആക്കി ഇതുവരെ വെച്ചത് എന്തുകൊണ്ടാ? ദൈവത്തിന് നമ്മോടുള്ള കരുതലാണ് നമ്മുടെ മരണം നമുക്ക് ലാഭകരമാകണം. ലാഭകരമാകുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഘടകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അക്ഷരീക സന്നിധിയിലേക്കുള്ള പ്രവേശനം മരണത്തിലൂടെ സാധ്യമാണ്. സ്തോത്രം. രണ്ടാം ഭാഗമാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമൊക്കെ. അത് രണ്ടാം ഭാഗമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, മരണഭയം മാറിയവരാണ് ദൈവമക്കൾ. യഥാർത്ഥ ദൈവമക്കൾ മരണഭയം മാറിയവരാണ്. അതിനുള്ള പ്രധാന കാരണം ഇതാ: ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ നിത്യത എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന ഉറപ്പവർക്കും. ദിസ് അഷ്വറൻസ് മേക്സ് എ ട്രൂ ക്രിസ്ത്യൻ very joyful, rejoicing, not fearful about own physical death. Stotra. Because his physical death is profitable for him, as the very moment of his separation from his body will be present in the very literal presence of God. ഒരു ഭിഷഗ്വരൻ, ഒരു ഡോക്ടർ ഈ വ്യക്തി മരിച്ചു എന്ന് പറയുന്നതിനു മുമ്പേ ഒരുവന്റെ ആത്മാവ് തന്റെ ശരീരം വിടുന്ന നിമിഷത്തിൽ തന്നെ ഒരു യഥാർത്ഥ ഭക്തൻ കർത്താവായ യേശുവിൻ്റെ അക്ഷരീക സന്നിധിയിലേക്ക്
പ്രവേശിച്ചിരിക്കും. അതവന് ഏറെ ആനന്ദകരമാണ്, ലാഭകരമാണ്. അതുകൊണ്ട് അവന് മരണം ഒരു ഭയമല്ല. സ്തോത്രം. ജസ്റ്റ് എ ഡിപ്പാർച്ചർ. ഒരു ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നത് പോലെ, ഒരു ബസ് അല്ലെങ്കിൽ ഒരു തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ മറ്റൊരു തുറമുഖത്തേക്ക് പോകുന്നത് പോലെ മാത്രം. സ്തോത്രം. ഇവിടെ ആ കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ അനുഗ്രഹമായിട്ട് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവന് ലഭിക്കുന്ന അഞ്ചാമത്തെ അനുഗ്രഹമായി പറഞ്ഞിരിക്കുന്നു, അവന്റെ മേൽ അല്ലെങ്കിൽ അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. രണ്ടാം മരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ. വാട്ട് ഈസ് സെക്കൻഡ് ഡെത്ത്? നിത്യനാശത്തിലേക്കുള്ള സ്തോത്രം. 14 വാക്യം, 20:14, 20:14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. സ്തോത്രം. 21:8, 21:8. But as for the cowardly, the faithless, the detestable, as for the murderers, the sexually immoral, sorcerers, idolaters, and all liars, their portion will be in the lake that burns with fire and sulfur, which is the second death. ഇവിടെ എല്ലാം ആവർത്തിച്ചു പറയുന്നു. രണ്ടാം മരണം എന്ന് പറയുന്നത് തീപ്പൊയ്കയാണ്. തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക. The lake of fire, where sulfur and fire will always be burning and burning and burning. രണ്ടാം മരണത്തിന് ഒന്നാം പുനരുത്ഥാനക്കാരുടെ മേൽ അധികാരമില്ല. രണ്ടാം മരണം എന്ന് പറയുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം പണ്ടേ ഉണ്ടാക്കിയ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ്. അതിനെയാണ് നിങ്ങൾ പറഞ്ഞത് നിത്യനരകം, നിത്യശിക്ഷാവിധി, ന്യായവിധി എന്നൊക്കെ. എല്ലാം ശരിയാണ്. സ്തോത്രം. അപ്പോ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവന് തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയെ ഭയപ്പെടുവാനില്ല. ഇറ്റേണൽ കണ്ടംനേഷൻ, നിത്യശിക്ഷാവിധിയെ ഭയപ്പെടുവാനില്ല. സ്തോത്രം. കാരണം മരണത്തിൽ നിന്ന് നാം ജീവനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഭാഗ്യകരമായൊരവസ്ഥയാണ് ഒന്നാം പുനരുത്ഥാനത്തിലെ പങ്കാളികൾക്ക്. രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. അപ്പോൾ രണ്ടാം മരണം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇറ്റേണൽ കണ്ടംനേഷൻ, നിത്യ ശിക്ഷാവിധി. അതിനെ നമുക്ക് കാണുവാൻ പറ്റുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ പറ്റുന്നത് ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായുള്ള തള്ളപ്പെടൽ. ഇതാണ് നിത്യ മരണം.
രണ്ടാം മരണം എന്നൊക്കെ വിളിക്കപ്പെടുന്നത്, സെക്കൻഡ് ഡെത്ത്, ഇറ്റേണൽ ഡെത്ത്, ഇറ്റേണൽ കണ്ടംനേഷൻ, all these things all together means eternal separation from God, the life, the source of life. Eternal separation. Separation in a sense that never ever can be reunited. ഒരിക്കലും പുനഃസംഗമിക്കുവാൻ കഴിയാത്തതുപോലെ, ഒരിക്കലും വീണ്ടും ഒന്നാകുവാൻ കഴിയാത്തതുപോലെ, വീണ്ടും ഒരിക്കലും കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയാത്തതുപോലെ, എന്നേക്കുമായി ദൈവത്തിൽ നിന്ന്, ജീവന്റെ സ്രോതസ്സായ, ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നതാണ് ഈ രണ്ടാം മരണം. ആ മരണത്തിന് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരുടെ മേൽ അധികാരമില്ല. സ്തോത്രം. അവർക്ക് നിത്യശിക്ഷാവിധിയെ ഭയപ്പെടാനായിട്ടില്ല. അവർ നിരന്തരം ഈ ബോധ്യം ഉള്ളവരായിരിക്കും. They will live in this assurance that I have passed from death to life, life eternal. സ്തോത്രം. എന്തെങ്കിലും സംശയങ്ങൾ? ഒന്നുമില്ല. സ്തോത്രം. അടുത്തത് ആറാമത്തെ കാര്യം. ആറാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഞാൻ ആവർത്തിക്കട്ടെ, നമ്മൾ ഈ ഒന്നാം പുനരുത്ഥാനക്കാരുടെ പങ്ക് അല്ലെങ്കിൽ അവരുടെ അവകാശം, അവരുടെ അനുഗ്രഹം, അത് നമ്മൾ ഈ വാക്യങ്ങളിൽ മാത്രം നിന്നുകൊണ്ടാണ് പഠിക്കുന്നത് കേട്ടോ. ഈ വെളിപ്പാട് പുസ്തകം 20-4 തൊട്ട് 6 വരെയുള്ള 4, 5, 6 ഈ 3 വാക്യങ്ങളെ മാത്രം ആധാരമാക്കിക്കൊണ്ടാണ്. മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയി അതിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല. ആറാമത്തെ കാര്യം നാം 6-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുന്നുണ്ട്. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. അപ്പൊ ആറാമത്തെ കാര്യമാണ്, they will serve as priests unto God and his Christ. ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി അവർ വാഴും. So they will serve as priests unto God and his Christ, Messiah. ക്രിസ്തുവിനും ദൈവത്തിനും പുരോഹിതന്മാർ. പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, a priestly ministry is a Godward ministry, not a manward ministry. പുരോഹിത ശുശ്രൂഷ ദൈവോന്മുഖമായ ശുശ്രൂഷയാണ്, മനുഷ്യോന്മുഖമല്ല. എന്ന് വെച്ചാൽ ഒരു പുരോഹിതന്റെ ശുശ്രൂഷ മനുഷ്യരോടല്ല, പകരം ദൈവത്തോടാണ്. നമ്മളിതിനു മുമ്പ്, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിതിനു മുമ്പ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു.
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ എത്തിയപ്പോഴായിരുന്നു. 5:10 ഒന്ന് വായിക്കാം. 5:10. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കിവെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. സ്തോത്രം. വിവിധ ഭാഷകളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, വംശങ്ങളിൽ നിന്നൊക്കെ ദൈവത്തിനായിട്ട് മനുഷ്യരെ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പല സർനെയിമുകളുള്ളവരുണ്ട്. പല ജാതി മത വ്യവസ്ഥിതികളിൽ നിന്ന് കർത്താവിലേക്ക് വന്നവരുണ്ട്. പല ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ വന്നവരുണ്ട്. നായന്മാരിൽ നിന്ന്, ബ്രാഹ്മണരിൽ നിന്ന്, ഇതര ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ട്. മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ട്. അപ്പൊ ഇങ്ങനെ അതെല്ലാം കൂടെ ചേർത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജാതികളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന് യേശുക്രിസ്തു തന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു. രാജ്യവും പുരോഹിതന്മാരും. അപ്പം ഒരു പുരോഹിതന്റെ ശുശ്രൂഷകൾ, നമ്മൾ പുതിയ നിയമത്തിൽ പുരോഹിതന്മാർ എന്ന നിലയിൽ നമ്മുടെ കടമകൾ നമ്മളത് നേരത്തെ എടുത്ത് പഠിച്ചു. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നിങ്ങളുടെ നോട്ട്സ് പുറകോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു പുരോഹിതന് പ്രധാനമായിട്ടും അവന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവോന്മുഖമാണ്, ദൈവത്തോടാണ്, മനുഷ്യരോടല്ല. മനുഷ്യരോടല്ല. ദൈവം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനെ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരാക്കി വയ്ക്കുന്നു. എന്ന് വെച്ചാൽ നിത്യതയിൽ അവർ ദൈവത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമെന്നർത്ഥം. ഭാഗ്യകരമാണോ? ആനന്ദകരമാണോ? സെർവിങ്, മിനിസ്റ്ററിങ് ഗാഡ് ഇൻ ഇറ്റേണിറ്റി. ഇത് സഹസ്രാബ്ദ ലോകത്തെ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നതിനെയും പരാമർശിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ പോകാം. അപ്പോൾ ഇവിടെ പറയുന്നത് 6ാമത്തെ അനുഗ്രഹമാണ്. സ്തോത്രം. നമ്മൾ ദൈവത്തിന്, ക്രിസ്തുവിനും പുരോഹിതന്മാരായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് നിത്യത മുഴുവനും നമ്മുടെ കർത്താവിനെ സേവിക്കാം, ശുശ്രൂഷിക്കാം. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. 1000 ആണ്ട് വാഴ്ചയിൽ ഇവർക്ക് പുരോഹിതന്മാരായിട്ട് ശുശ്രൂഷിക്കുവാൻ തീർച്ചയായിട്ടും പല നിലകളിൽ കഴിയും. കാരണം അവിടെ ദേവാലയമുണ്ട്. അക്ഷരികമായ ആ ദേവാലയത്തിൽ നമസ്കരിക്കുവാൻ വരുന്ന യഹൂദന്മാരും ജാതികളുമുണ്ട്. ആ നിലയിൽ അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് പുരോഹിതന്മാരായി ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടുത്തെ ദേവാലയത്തെക്കുറിച്ചും കൂടെ ചിന്തിക്കും. ആ സമയത്ത് ഇത് കുറെ കൂടെ വ്യക്തമാകും. പുരോഹിതന്മാരായി
നമ്മൾ കർത്താവിനെ സേവിക്കും, ശുശ്രൂഷിക്കും. മറ്റൊന്നാണ്, ഏഴാമത്തേതാണ് ക്രിസ്തുവിനോട് കൂടെ വാഴും. 1000 ആണ്ട് എന്നുള്ളത് ഞാൻ തൽക്കാലം മാറ്റുന്നു. അതിനെ മൊത്തമായിട്ട് പറയുന്നു, ക്രിസ്തുവിനോട് കൂടെ വാഴും. നമ്മുടെ പ്രത്യാശയുടെ തന്നെ ഏറ്റവും കാതലായ കാര്യമാണ് ക്രിസ്തുവിനോട് കൂടെ വാഴുക. സ്തോത്രം. ക്രിസ്തുവിനൊപ്പം, അവനോട് കൂടെ. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല. സ്തോത്രം. ക്രിസ്തുവിനോടൊപ്പം നമ്മളെപ്പോഴും നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കും. നാം കർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ആണിയേറ്റ കയ്യ്, ഞരമ്പൊക്കെ അങ്ങോട്ട് തുളച്ച് ചെന്നല്ലായിരുന്നോ? കർത്താവിൻ്റെ കൈക്ക് ഇപ്പോഴും വേദന കാണും അല്ലേ? കൈതിരുമ്മി കൊടുക്കുന്നതാണോ? അല്ല. കൈയും കാലും നടുവും ഒക്കെ മസാജ് ചെയ്യുന്ന, ഞെക്കിക്കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല. സ്തോത്രം. ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഈ ഏഴാമത്തെ കാര്യം തന്നെ അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അർത്ഥം പൂർണ്ണമാകും. ക്രിസ്തുവിനോട് കൂടെ അവരായിരിക്കും. സ്തോത്രം. ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനൊപ്പം, ക്രിസ്തുവിനെ പോലെ. ഹല്ലേലൂയ. അപ്പൊ ഈ 7 കാര്യങ്ങളല്ലേ? 7 അതെ, ഈ 7 കാര്യങ്ങൾ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായി നമുക്ക് ഈ 3 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പക്ഷെ അല്ലാതെ തന്നെ പുരോഹിതൻ ഒരു മധ്യസ്ഥനല്ലേ? എന്തോ? പുരോഹിതൻ ഒരു മധ്യസ്ഥനല്ലേ? ക്രിസ്തുവിനും മനുഷ്യർക്കും ഇടയിൽ നിന്നിട്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ ദൈവസേനയിൽ അർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടല്ലോ. ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ആ ശുശ്രൂഷ നമുക്കുണ്ട്. അതവിടെയും കാണാമോ എന്നൊരു ചിന്ത. അവിടെ അതിന്റെ ആവശ്യമില്ല. അവിടെ 1000 ആണ്ട് വാഴ്ചയിൽ പുരോഹിത ശുശ്രൂഷയിൽ ഏതാണ്ട് പഴയ നിയമ പുരോഹിത ശുശ്രൂഷ പോലെയൊക്കെ തന്നെ ഉണ്ടാകും. നിത്യതയിൽ പക്ഷേ ആ ഭാഗത്തിന്റെ ആവശ്യം ഇല്ല എന്ന് മാത്രം. ഇപ്പോഴും നമ്മൾ പുതിയ നിയമ വിശുദ്ധന്മാർ, പുരോഹിതന്മാർ എന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവർക്കായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കേണ്ടതുണ്ട്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ പുതിയ നിയമ ശുശ്രൂഷയിൽ പൗരോഹിത്യമുണ്ടോ ഇപ്പോൾ? ഉണ്ട്. പുതിയ നിയമ ശുശ്രൂഷയിൽ പൗരോഹിത്യ സഭകളൊക്കെ അവർ ചെയ്യുന്നത് അപ്പൊ ശരിയാണോ? അപ്പോ പട്ടത്വമില്ല, പൗരോഹിത്യമുണ്ട്. അവർക്കുള്ളത് പട്ടത്വമാണ്, പൗരോഹിത്യമല്ല. അല്ല, അവർ പറയുന്ന ആ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യത്തെ പറ്റി ആയിരിക്കും അവർ കൊണ്ട് നടക്കുന്നത് ഇപ്പോഴും. അതെ, അതാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പൊ TPM സഭയൊക്കെ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്നാണ് അവകാശപ്പെടുന്നത്. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അഹരോന്റേത് പോലും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം അല്ല. അത് ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ടാണ് അഹരോന്യ ലേവ്യ പൗരോഹിത്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യേശുക്രിസ്തുവിന് നിത്യ പൗരോഹിത്യം അഥവാ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം നൽകപ്പെട്ട, അല്ലെങ്കിൽ ഉണ്ടെന്ന് ബൈബിൾ പറയുന്നത്, പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ പട്ടത്വം ഒന്ന് പറയാവോ? അത് ഓർഡിനേഷൻ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ളതാണ് പട്ടത്വം. പൗരോഹിത്യം പറഞ്ഞാൽ മതി, അതല്ലാത്തതെല്ലാം പട്ടത്വവും അതിനോട് അനുബന്ധവുമായതാണ്. ഇപ്പം സോണി ബ്രദർ ചോദിച്ചതുപോലെ പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ടോ? ഉണ്ട്. എങ്ങനെ? 1 പത്രോസ് 2:9, 1 Peter 2:9, God has made us a royal priesthood. കർത്താവ് നമ്മെ രാജകീയ പുരോഹിത വർഗം ആക്കി വെച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:6, Revelation 1:6, അവിടെയും നാം കാണുന്നു യേശുക്രിസ്തു തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച Revelation 5:10, 5:10, അവിടെയും നാം അത് തന്നെ കാണുന്നു. യേശുക്രിസ്തു തന്റെ രക്തത്താൽ നമ്മൾ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം പാട്ടിനകത്ത് ആ വാക്യങ്ങൾ പാടാറുണ്ട്. യേശു തന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി, എന്നിട്ട് നമ്മെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചുമിരിക്കുന്നു. അവർ ഭൂമിയിൽ വാഴുന്നു. ഇതെല്ലാം ഇന്ന് നമ്മൾ ദൈവത്തിന് പുരോഹിതന്മാരാണ് എന്നുള്ളതിന്റെ തെളിവാണ്. മാർട്ടിൻ ലൂഥർ ഉൾപ്പെടുന്ന റിഫോമേഴ്സ്, നവീകരണ നേതാക്കൾ റോമാ സഭയിൽ നിന്നും മാറുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യം എന്നുള്ളത്. പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ക്രിസ്ത്യൻസ്, ഓൾ ബിലീവേഴ്സ്. അത് വേദപുസ്തകം പറയുന്ന കാര്യമാണ്. അങ്ങനെയാണ് നാം എല്ലാവരും പുരോഹിതന്മാരാണെന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ആണും പെണ്ണും വ്യത്യാസം ഇല്ലാതെ, പാസ്റ്റർ അല്ലാത്ത വിശ്വാസികളെന്നും വ്യത്യാസം ഇല്ലാതെ നാം എല്ലാവരും, രക്ഷിക്കപ്പെട്ട എല്ലാവരും പുരോഹിതന്മാരാണ്. എന്നാൽ ഈ പുരോഹിതന്മാർക്ക് യൂണിഫോം ഉണ്ടോ? ഇല്ല. ഇത് ആരുടെയെങ്കിലും കൈവെപ്പിനാൽ ലഭിക്കുന്നതാണോ? അല്ല. സ്തോത്രം. ഈ പൗരോഹിത്യത്തിന് എന്തെങ്കിലും അടിസ്ഥാനപരമായ യോഗ്യതകളുണ്ടോ? ഇല്ല. ഒറ്റ യോഗ്യതയുള്ളൂ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാകണം. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരെയാണ് ദൈവം നേരിട്ട് ഇതാക്കുന്നത്, അല്ലാതെ ഒരു മനുഷ്യനും പുരോഹിതന്മാരാക്കുകയല്ല. അവർക്ക് സ്ഥാനവസ്ത്രങ്ങളില്ല, അംശവടിയില്ല, പ്രത്യേക അധികാരങ്ങളില്ല, പ്രത്യേക പദവികളില്ല, ഇതൊന്നുമില്ല. സകല രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഈ നിലയിൽ പുരോഹിതന്മാരാണ്. എന്നാൽ പട്ടത്വ സഭകളിൽ എപ്പിസ്കോപ്പസിയാണ്, പട്ടത്വമാണുള്ളത്. അത് കൈമാറി വരുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത്. മോശ അഹരോന് കൊടുത്തു, അഹരോൻ ഇങ്ങനെ വന്ന് സഖരിയാവ് യോഹന്നാൻ സ്നാപകന് കൊടുത്തു, യോഹന്നാൻ സ്നാപകൻ യേശുവിന് കൊടുത്തു, യേശു അത് അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. ആ അപ്പോസ്തലന്മാർ ഇന്ന് ഈ എപ്പിസ്കോപ്പൽ പട്ടത്വ സഭകളുടെ നേതാക്കന്മാരായിരിക്കുന്നവർക്ക് കൊടുത്തു. അവർ ഓരോരുത്തരും ഇങ്ങനെ കൈമാറി. പട്ടം കൊടയൊക്കെ ഉണ്ടല്ലോ, ഈ പട്ടം കൊടയും കാര്യങ്ങളും ഒക്കെ അവരുടെ ഓർഡിനേഷൻ എന്ന് പറയുന്നത് ഈ പട്ടത്വ കൈമാറ്റത്തിൻ്റെതാണ്. ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ് അവരത് പറയുന്നു.
അപ്പം അത് പ്രത്യേക സ്ഥാനം, പ്രത്യേക യോഗ്യതകൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. ഇതൊന്നും വേദപുസ്തക പ്രകാരമല്ല. എന്നാൽ പുതിയ നിയമത്തിലെ സകല വിശ്വാസികളും സകല വിശുദ്ധന്മാരും ദൈവത്തിന് പുരോഹിതന്മാരാണ്. ആ നിലയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ പല ശുശ്രൂഷകൾ നിർവഹിക്കാനായിട്ടുണ്ട്. പൗലോസും അക്കാര്യം റോമാലേഖനം 15-ാമത്തെ അധ്യായത്തിൽ തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 15-ന്റെ 15:15. On some points, I have written to you very boldly by way of reminder, because of the grace given me by God to be a minister of Christ Jesus to the Gentiles in the priestly service of the gospel of God, so that the offering of the Gentiles may be acceptable, sanctified by the Holy Spirit. See, Paul says here, a priestly ministry. As a priest, I offered some sacrifices to the Lord. Here, Paul is meaning evangelization, offering of Gentiles by the gospelization. സുവിശേഷീകരണത്താൽ ജാതികൾ എന്ന വഴിപാട് ദൈവത്തിന് പ്രസാദകരമായി അർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ. അവിടെ പൗലോസ് അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ സുവിശേഷീകരണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട്. അപ്പം വിശ്വാസികളുടെ പൗരോഹിത്യത്തിലെ ഒരു ശുശ്രൂഷയാണത്. അപ്പം പുതിയ നിയമസഭയിൽ പൗരോഹിത്യമുണ്ട്, പട്ടത്വമില്ല. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും പ്രായ ആൺ പെൺ വ്യത്യാസം കൂടാതെ പുരോഹിതരാണ്. മഹാപുരോഹിതൻ ഒരുവൻ മാത്രം, അത് മശിഹ. ബാക്കി സകല സഭാജനങ്ങളും രക്ഷിക്കപ്പെട്ടവരാണേ, എല്ലാവരും പുരോഹിതന്മാർ. മറ്റിടത്ത് പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, അങ്ങനെ പോകുന്നു. ആ ഒരു ഹൈറാർക്കി, ആ ഹൈറാർക്കി ദൈവസഭയിലില്ല. അന്നേരം നമ്മുടെ സഭകളിൽ വിവാഹം അങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷകളും ആർക്കും ചെയ്യാമല്ലോ. ചെയ്യാം, രാജ്യ നിയമങ്ങൾ പാലിച്ചാൽ മതി. അത് സമ്മതിച്ചു. Subject to that. പട്ടത്വം is, in their language, it is priesthood, but it is episcopacy. That's why we call them episcopal churches, a hierarchical church where ministers are in a hierarchy. അതല്ലേ ഭാഷ നിക്കോലിയരുടെ ഉപദേശം എന്ന് പറയുന്നത്. നിക്കോലിയരുടെ ഉപദേശം എന്ന് പറയുന്നത് നിക്കലോവിയരുടെ ഉപദേശം. ഈ ഉപദേശമായിട്ട് പട്ടത്വ സഭകളുടെ ഈ ഐമേനി തിരുമേനി വ്യത്യാസം ഉള്ളതായിട്ട് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു സംശയം ഇന്ന് പറയണ്ട, ഈ പട്ടത്തെക്കുറിച്ച് അല്ല പുരോഹിതത്തെ കുറിച്ചല്ല, ഈ രണ്ടാം മരണം എന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരാൾ ആത്മീയനായി ജീവിച്ച ശേഷമായിട്ട് അവന്റെ ആത്മീയെല്ലാം നഷ്ടപ്പെട്ട് അവന് രണ്ടാം മരണം സംഭവിച്ചെങ്കിൽ അവന്റെ ലക്ഷണങ്ങൾ സഭയിലുള്ളപ്പോൾ ഒന്ന് പറയണേ. എന്തെങ്കിലും ലക്ഷണമുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് നാളെ കർത്താവിന്റെ ഓരോ താമസിച്ചല്ലാതെ നോക്കാം. ഞാൻ മറന്നുപോയാൽ ഒന്നുകൂടെ ഓർപ്പിച്ചേക്കണേ. ഓക്കെ. Praise God. ഇനിയും ഒരുപക്ഷെ സംശയങ്ങൾ കാണും. അത് നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ ചിന്തിക്കാം.
ഇന്ന സമയം അതിക്രമിച്ചത് കൊണ്ടും ചിലർ പോകാൻ വെമ്പൽ കൊള്ളുന്നത് കൊണ്ടും ഞാൻ ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.